ഇപ്പൊ മോദി ഉണ്ടാക്കിയതാണ് കശ്മീർ പിന്നെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആറാട്ടിട്ട് അടിക്കുന്നവരോട് പറയാനുള്ളത്. പിന്നെ മോദിക്ക് അതിന്റെ ആവശ്യമില്ല. മോദിക്ക് ഇന്ന് ഇന്ത്യ സുന്ദരമായി ഭരിച്ചു കൊണ്ടുപോകേണ്ട ഒരു രാഷ്ട്രത്തിനെ കയ്യിൽ കിട്ടിയപ്പോൾ മോദിക്ക് അതിന്റെ ആവശ്യമില്ല. കട്ടും അതിർത്തി പലർക്കും വീതിച്ചു കൊടുത്തു. അതിനാണ് പറയാ പിന്നെ ഇതിനൊന്നും ഒരു പേരിട്ട് വിളിച്ചാൽ പോലും നെഹ്റു ചെയ്ത ക്രൂരതക്കൊന്നും ഇന്ത്യ എന്ത് വിളിക്കണം ഇന്ത്യക്കാരെന്ന് മനസ്സിലാവില്ല. ലാൽ ബഹദൂർ ശാസ്ത്രി ടാഷ്കന്റിൽ പോകുന്നു കരാർ ഒപ്പുവെക്കാൻ വേണ്ടി. ആ കരാർ ഒപ്പുവെക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും നിബന്ധനകൾ വെച്ചാൽ ഒരു രാജ്യം വെടിനിർത്തലിന് നിബന്ധന ഉണ്ടാവും. പക്ഷെ അത് പാകിസ്ഥാനിന്റെ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടായിരുന്നു ആ കരാർ എന്നുള്ള സമാധാന കരാറ്. സ്ഥലം കൊടുത്ത് എപ്പോഴും സ്ഥലം കൊടുക്കുക. രാജ്യത്തിനെ വിൽക്കുന്നത് സ്വന്തം എന്താണ് തീവ്രവാദത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി രാജ്യം വിൽക്കുന്ന നെഹ്റു. അത് കഴിഞ്ഞിട്ടുള്ള ഇന്ദിരാഗാന്ധി അന്ന് പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയ മന്ത്രിയാണ് ഇന്ത്യന്റെ. ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി. ആ ലാൽ ബഹദൂർ ശാസ്ത്രി ആ സത്യം അറിയണത് ആ കരാർ ഒപ്പുവെക്കാൻ വേണ്ടി ടാഷ്കന്തിലെത്തിയപ്പോൾ നമ്മൾ ഇന്ന് ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്നല്ലേ. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് ഒരു രാജ്യത്തെ ജനത എന്ത് സംഭവിക്കും ഈ രാജ്യത്തിനെന്നറിയാതെ പറയണു. പലരും പല ന്യൂസുകളും പല ചാനലുകളും എല്ലാം വിടുന്നു. അപ്പോൾ പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെ ഈ കശ്മീർ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റായ കശ്മീർ എന്തുകൊണ്ട് ഇന്ത്യയിൽ പെടാതെ പാകിസ്ഥാന്റെ കയ്യിൽ POK പറഞ്ഞാൽ എന്താ, പാക് ഓക്യുപ്പൈഡ് കശ്മീറായി മാറി എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ട്. അത് അറിയാത്ത ആൾക്കാരോട് ഇവിടുത്തെ സുഡാപ്പികളും കുറച്ച് കോൺഗ്രസ്സുകാരും കെട്ടിച്ചമച്ച കഥ. നെഹ്റുവിനും ഇന്ദിരക്കും അവരുടെ തൽപര കക്ഷികൾക്കും വേണ്ടി നമ്മൾ ഭാഗിച്ചു കൊടുത്ത കശ്മീർ എങ്ങനെ ഉണ്ടായി? കശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിച്ച അന്നത്തെ കശ്മീർ രാജാവിന്റെ മുന്നിൽ എന്താ പറയാ, ഈ കശ്മീരിനെ നമ്മുടെ ഇന്ത്യക്കകത്താക്കാതെ അവർക്ക് പതിച്ചു കൊടുക്കാൻ നെഹ്റു കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ വന്ന ഒരു കശ്മീർ അവരുടെ കയ്യിലായി. കശ്മീർ ഇന്ത്യ അതിർത്തി യുദ്ധം കഴിഞ്ഞ് 47 ഒരു വാർത്ത പോലും പുറത്തു വരാതെക്കാൻ നെഹ്റു ഏറ്റവും അധികം ശ്രമിച്ച്. അങ്ങനെ ഈ ഒരു പാക് ഓക്യുപ്പൈഡ് കശ്മീരായിട്ട് അതിനെ തരംതിരിച്ച് കാണേണ്ട ഒരവസ്ഥ. പാകിസ്ഥാനിലേക്ക് കടക്കണമെങ്കിൽ കശ്മീരിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് വിസ വരെ വേണ്ടി, പാസ്പോർട്ട് വിസ വേണ്ടി വന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. അത് കഴിഞ്ഞ് 1962 ചൈന യുദ്ധം വന്നു. ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഇന്ത്യൻ സൈനികർ പെടഞ്ഞു വീണ് മരിച്ച് അന്ന് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ സപ്പോർട്ട് എടുക്കാൻ ചൈന സമ്മതിക്കാതെ ഇന്ത്യയിലെ നെഹ്റു സമ്മതിക്കാതിരുന്നു ചൈനയുടെ വാക്ക് കേട്ട്. എന്നും അയൽക്കാരെ അടുത്തായിരുന്നു എന്നും നെഹ്റുവിനും കുടുംബത്തിനും കൂറ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മളൊരു രാജ്യത്തിന്റെ കഷ്ണം, നമ്മളെ ഭൂപടത്തിൽ കാശ്മീർ ഇല്ലാതായി പോയത്. ഇതൊക്കെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയുള്ള അങ്ങനെ 4000 ഇന്ത്യൻ പട്ടാളക്കാരാണ് അന്ന് ചൈന അതിർത്തിയിൽ മരിച്ചു വീണത്. അതിൽ 1300 പട്ടാളക്കാരെ ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയി. ഇന്നൊക്കെ ബന്ദികളെ പറ്റി നമ്മൾ ഒരു ബന്ദിനെ പിടിച്ചുകൊണ്ടായ എന്ത് എന്നുള്ളത് അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 1300 കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബനാഥന്മാരെ നഷ്ടമായ ഒരു കാലഘട്ടം. അതിനൊന്നും നെഹ്റു ആൻസർ കൊടുത്തില്ല. ഒരു മാധ്യമങ്ങളും എഴുതിയില്ല. കാരണം നെഹ്റുവിന് ഓശാന പാടുന്ന മാധ്യമങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നും ഈ കശ്മീരിൽ ഭീകരരെ വെച്ച് വളർത്താൻ വേണ്ടി ഒരു സ്ഥലം, ഒരു ഐലൻഡ് പോലെ ഇന്ത്യയുടെ തലപ്പത്ത് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ അവർ ചെയ്ത ആക്രമണങ്ങൾ ആ കശ്മീരിനെ ആസ്ഥാനമാക്കിയാണ് ഈ ഭീകരവാദികൾ കയറിയതും നിരങ്ങിയതും. എല്ലാ സ്ഥലത്തേക്ക് അവർക്ക് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ചെയ്തു കൊടുക്കാൻ അവിടെ കുറെ തീവ്രവാദികൾ, കാശ്മീർ പണ്ഡിത്തുകൾക്ക് എന്ത് സംഭവിച്ചു? ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റോ വേറൊരു പാർട്ടിയോ ചെയ്തില്ല. RSS എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തെ ഇവരെ ഇല്ലാതാക്കാൻ ഇത്രമാത്രം ശ്രമിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രത്തിനെ മാത്രം മുൻനിർത്തി ഈ
രാഷ്ട്രം എവിടെ പോയി എന്ന് ചോദിച്ച് ഇവരുടെ കള്ളത്തരം പുറത്തു വരുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ RSSനെ ഇത്രയധികം ഇവർ തേച്ചൊട്ടിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കണം. പിന്നെ അതേപോലെ 1965 എന്താ ഉണ്ടായേ? ഒന്നാം പാക് യുദ്ധം നടന്നു അല്ലെ? ഒന്നാം പാക് യുദ്ധം നടന്നപ്പോൾ അവിടെ ഒരു വെടിനിർത്തൽ കരാറ് വന്നു. ആ വെടിനിർത്തൽ കരാറ് എവിടെയായിരുന്നു? അത്രക്കും പിന്നെ കരാറിന് വേണ്ടിയിട്ട് താഷ്കണ്ടിൽ പോയ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് എന്ത് സംഭവിച്ചു? ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാനിലേക്ക് മാർച്ച് ചെയ്യാൻ അന്നത്തെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ധൈര്യമുള്ള ഒരു പ്രധാനമന്ത്രി അന്ന് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നെഹ്റുവിനെ കേൾക്കുന്ന ആളല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനായി. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഫാൾസ് മിസൈലുകളും ബങ്കറുകളും ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ സൈന്യം പാകിസ്ഥാന്റെ മുമ്പിൽ നാണം കെട്ടു. വാങ്ങി വെക്കുന്നത് വീര്യം കുറഞ്ഞ ആയുധങ്ങളായിരുന്നു നെഹ്റു വാങ്ങി വെച്ചത്. കാരണം അയാൾക്കറിയാം പിന്നെ ഇയാൾക്ക് ആരെങ്കിലും വന്ന് ഇവിടെ യുദ്ധം ഉണ്ടാക്കി ഇവരെ നശിപ്പിക്കാൻ എന്തിനു വേണ്ടി ഈ സുഡാപ്പിത്തരം നെഹ്റു കാണിച്ചു എന്നുള്ളത് ഇന്നും നമ്മൾക്ക് ചോദ്യചിഹ്നമായി മാറും. ഇത് പറയണ നമ്മൾ മുസ്ലിം അല്ല, മുസ്ലിം മതത്തിൽ നിന്ന് പുറത്തു പോകണം, എന്താണ് ഭീകരവാദത്തിന് മതമില്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായിട്ട് അലക്കുന്ന കേരളത്തിലെ സുഡുക്കളോടും കോൺഗ്രസ്സുകാരോടും കമ്മികളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ചരിത്രം ചരിത്രം തന്നെയാണ്. അത് മറച്ചു വെക്കാൻ ഒരിക്കലും നിങ്ങളെ കൊണ്ടാവില്ല. എന്നെങ്കിലും സത്യം വരും. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഇതിനൊക്കെ ഉത്തരം കണ്ടെത്താനും കഴിഞ്ഞത്. ഇപ്പൊ മോദി ഉണ്ടാക്കിയതാണ് കാശ്മീർ പിന്നെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആറാട്ടിട്ട് അടിക്കുന്നവരോട് പറയാനുള്ളത്. പിന്നെ മോദിക്ക് അതിന്റെ ആവശ്യമില്ല. മോദിക്ക് ഇന്ന് ഇന്ത്യ സുന്ദരമായി ഭരിച്ചു കൊണ്ടുപോകേണ്ട ഒരു രാഷ്ട്രത്തിനെ കയ്യിൽ കിട്ടിയപ്പോൾ മോദിക്ക് അതിന്റെ ആവശ്യമില്ല. കട്ടും അതിർത്തി പലർക്കും വീതിച്ചു കൊടുത്തു. അതിനാണ് പറയാ പിന്നെ ഇതിനൊന്നും ഒരു പേരിട്ട് വിളിച്ചാൽ പോലും നെഹ്റു ചെയ്ത ക്രൂരതക്കൊന്നും ഇന്ത്യ എന്ത് വിളിക്കണം, ഇന്ത്യക്കാരെന്ന് മനസ്സിലാവില്ല. അതേപോലെ ആ കാശ്മീരിന്റെ കഥ, ടാഷ്കന്റ് കരാറ്, കാശ്മീരിൽ 65 പാക് യുദ്ധത്തില് പട്ടാളക്കാരെ ഇന്ത്യൻ സൈന്യം പോയ പട്ടാളക്കാരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇന്ത്യ അങ്ങോട്ട് മാപ്പ് എഴുതി കൊടുക്കേണ്ട അവസ്ഥയിൽ വന്നു. ടാഷ്കന്റ് കരാർ എന്ന് പറഞ്ഞ് പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി ടാഷ്കന്റിൽ പോകുന്നു കരാർ ഒപ്പുവെക്കാൻ വേണ്ടി. ആ കരാർ ഒപ്പുവെക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും നിബന്ധനകൾ വെച്ചല്ലേ ഒരു രാജ്യം വെടിനിർത്തലിന് നിബന്ധന ഉണ്ടാവും. പക്ഷെ അത് പാകിസ്ഥാനിന്റെ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടായിരുന്നു ആ കരാർ എന്നുള്ള സമാധാന കരാറ്. സ്ഥലം കൊടുത്ത് എപ്പോഴും സ്ഥലം കൊടുക്കുക, രാജ്യത്തിനെ വിൽക്കുന്നത് സ്വന്തം എന്താണ് തീവ്രവാദത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി രാജ്യം വിൽക്കുന്ന നെഹ്റു. അത് കഴിഞ്ഞിട്ടുള്ള ഇന്ദിരാഗാന്ധി അന്ന് പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയ മന്ത്രിയാണ് ഇന്ത്യന്റെ. ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി. ആ ലാൽ ബഹദൂർ ശാസ്ത്രി ആ സത്യം അറിയണത് ആ കരാർ ഒപ്പുവെക്കാൻ വേണ്ടി ടാഷ്കന്തിലെത്തിയപ്പോ. അതേപോലെ സുഭാഷ് ചന്ദ്രബോസിനെ കാണാതായി, സോവിയറ്റ് യൂണിയനെ വിമാന അപകടത്തിൽ കാണാതായി ആ സുഭാഷ് ചന്ദ്രബോസിനെ മാറ്റി. കാരണം അദ്ദേഹത്തിന് എല്ലാ സത്യങ്ങളും ഇവർ ചെയ്യണ എല്ലാ തെമ്മാടിത്തരവും അറിയാവുന്നതുകൊണ്ട് മാറ്റി. ആ സുഭാഷ് ചന്ദ്രബോസിന് എന്താ ചെയ്ത്? അയാളെ കാണാൻ വേണ്ടി ഇരുന്നതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അയാളെ ഭാര്യനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ട് നാളെ. ഇതുപോലെ കരാറ് വളരെ മോശപ്പെട്ട ഒരു കരാറാണ് അന്ന് ടാഷ്കന്റിൽ സൈൻ ചെയ്തതു. ഇന്ത്യയിൽ ജനങ്ങൾ ആളിക്കത്താൻ തുടങ്ങി. കാരണം ഇത് പട്ടാളക്കാരെ മുഴുവനും പിടിച്ചോണ്ട് ഇത് ആളിക്കത്തുന്നതിൽ നമ്മൾ എന്ത് സമാധാനമാണ് ഒരു രാജ്യം പറയുക. അപ്പോഴത്തേക്കും ലാൽ ബഹദൂർ ശാസ്ത്രീനെ ഇല്ലാതാക്കിയ കഥ അറിയോ നിങ്ങൾക്ക്? ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന പ്രധാനമന്ത്രി രാത്രി അത്താഴം കഴിച്ചത് ഇന്ത്യൻ എംബസിന്ന് കൊണ്ടുപോയ ഭക്ഷണമാണ്. അന്നത്തെ ഇന്ത്യൻ അംബാസിഡർക്ക് ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ പോലെ തന്നെ കൊടുത്ത് ആ ഭക്ഷണം കൊടുത്ത് ജാൻ മുഹമ്മദ് എന്ന പാചകക്കാരൻ എന്താ സംഭവിച്ചത്? അതേപോലെ പാല് കുടിച്ചപ്പോൾ ഛർദിച്ചു മരിച്ചു. ഒരു പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് വെച്ചിട്ട് മരണപ്പെടുകയായിരുന്നു. ആ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഡോക്ടറിനെയും അദ്ദേഹത്തിന്റെ സെക്രട്ടറിനെ അടുപ്പിച്ചില്ല.
സോവിയറ്റ് യൂണിയന്റെ ഡോക്ടർ അതിന് വിധി എഴുതി. 66 ഇദ്ദേഹം മരിച്ചത് ടാഷ്കെൻഡിൽ വെച്ച്. ആ രാത്രി പറഞ്ഞിട്ട് രാവിലെ വരെ ഡോക്ടർ ചെക്ക് ചെയ്യാതെ 11 മണിക്ക് രാവിലെ ചെക്ക് ചെയ്തിട്ട് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചഗ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഡോക്ടർ ചഗ് അത് എഴുതിയിട്ടുണ്ട് ഇവിടെ. അദ്ദേഹത്തിനെ വിസ്തരിക്കാൻ കോടതിയിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെയും കുടുംബത്തിനെയും ഇവരൊരു റോഡ് അപകടത്തിൽ കൊല്ലപ്പെടുത്തി. പിന്നെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി രാംനാഥ്, അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ, ഇയാൾക്ക് എന്താ സംഭവിച്ച ചോദ്യം ചെയ്യാൻ, അദ്ദേഹത്തിനെയും ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെടുത്തി. ഈ ലാൽ ബഹദൂർ ശാസ്ത്രിന്റെ ബോഡി ഇന്ത്യൻ എയർപോർട്ടിൽ ഇറങ്ങുന്നതിന്റെ മുമ്പേ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്ററായിട്ട് വേഷം കെട്ടി. ആ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിന്റെ ബോഡി വാങ്ങി കുടുംബത്തിന് വിട്ടുകൊടുക്കാതെ ഇവര് ആൾക്കാർക്ക് കാണിച്ചു കൊടുത്ത് പെട്ടെന്ന് അടക്കി. എന്തിന്? ഇവര് അമ്മ, ഭാര്യ എല്ലാം ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രി മരിച്ചിട്ടാണ് ഇവരിത് ചെയ്യണ ഓർക്കണം. അപ്പൊ ഒരു സാധാരണ ഒരു മനുഷ്യന് ഇവർ എത്രമാത്രം നീതി കൊടുക്കും ഈ കോൺഗ്രസും ഇന്ത്യയിലുള്ള ഈ സുഡാപ്പികൾ എന്നുള്ള മനസ്സിലാക്കുക. ഇതിനെല്ലാം കാരണം ഒരു മതം തന്നെയായിരുന്നു. മതരാഷ്ട്രം ഉണ്ടാക്കുക, ഈ ഇന്ത്യയും മാറ്റാന്നുള്ളതായിരുന്നു ഇവരുടെ എല്ലാ ലക്ഷ്യം. അപ്പോ ഈ പ്രധാനമന്ത്രിയുടെ ലാൽ ബഹദൂർ ശാസ്ത്രി, സുനിൽ ശാസ്ത്രിയൊക്കെ അന്ന് ചെറുതാ. സുനിൽ ശാസ്ത്രിന്റെ അച്ഛനായ ലാൽ ബഹദൂർ ശാസ്ത്രിന്റെ മൃതദേഹം ഇവര് പോസ്റ്റ്മോർട്ടം നടത്തിയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും പറയണ്ടായിരുന്നു, നീല നിറമായിട്ട് ഡോട്ട്സ്, ബ്ലാക്ക് കളർ ഡോട്ട്സ് കൊണ്ട് ബ്ലോട്ട് ആയിട്ടുണ്ടായിരുന്നു മൃതശരീരം. കാരണം വിഷം ഉള്ളിൽ ചെന്നതിന്റെ എല്ലാ ഫീലും ആ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു. ഇന്നേ വരെ പലരും അത് ആവശ്യപ്പെട്ടു, അതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ട് ഇന്ന് ഈ തീയതി വരെ അത് ചോദിക്കുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രധാനമന്ത്രിനെ ഇല്ലാതാക്കി എന്തിനു വേണ്ടി? ഇന്ത്യന്റെ ഭൂമി എന്നും ഒരു 36 ഏക്കറ അല്ലെങ്കിൽ ഒരു 6 ഏക്കറ ഇങ്ങനെ എഴുതി കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് ഈ കാശ്മീരിനെ മുഴുവൻ അവർക്ക് കൊടുക്കാന്നുള്ള ഒരു തീരുമാനമായിരുന്നു നെഹ്റുവിനുണ്ടായിരുന്നു, ഇന്ദിരക്ക് ഉണ്ടായിരുന്നു, നെഹ്റുവിന്റെ കൊച്ചുമക്കൾക്കും ഇതേ അജണ്ട തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് കാശ്മീരിനെ 370 ആർട്ടിക്കിൾ പൊളിച്ച് ഒരു സ്വതന്ത്ര സംസ്ഥാനം ആക്കണ. നമ്മുടെ പോലെ ഇന്ത്യന്റെ ഒരു ഭാഗത്തിന് ഒരേ രീതി കിട്ടുന്ന ജനങ്ങൾക്കുണ്ടായി. ഇന്നിപ്പോ പല ആൾക്കാരും പോയി അവിടെ സ്ഥലം എടുത്ത്, ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ കാശ്മീരിന്റെ ഒരു പ്രധാനമന്ത്രിയോ ഒരു മന്ത്രി പറഞ്ഞ എന്താ, കാശ്മീരിൽ വന്ന് അമുസ്ലിങ്ങൾ സ്ഥലം എടുത്തു. കാശ്മീരിൽ അമുസ്ലിങ്ങൾക്ക് സ്ഥലം എടുക്കാൻ പാടില്ല. മുസ്ലിം പാകിസ്ഥാനിലുള്ള പോലെ തന്നെ ഇതുപോലെ അവർക്കൊരു മുസ്ലിം രാഷ്ട്രത്തിന്റെ ഭാഗമായി മാറ്റാം. പിന്നെ ഒന്നാലോചിക്കണം, നിങ്ങൾക്ക് 10 മണി കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനികൾക്ക് ഗ്യാസ് കിട്ടൂല. അങ്ങനത്തെ ഒരു രാജ്യത്താണ് ഇവര് സ്വാതന്ത്ര്യവും മതവും പറഞ്ഞിട്ട് ആറാടുന്നത്. അപ്പോൾ ഈ സുനിൽ ശാസ്ത്രിനെ കൊന്നവരും ഈ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഭൂമി പുതിയ പട്ടാളക്കാർക്ക് നീതി ലഭിക്കാത്ത ഈ രാജ്യത്ത് ഇരുന്നു കൊണ്ട് ഇവർക്ക് എത്രമാത്രം നീതി ഈ രാജ്യത്തിനോടുണ്ട്. എന്നിട്ടല്ലേ അവര് ഇന്ത്യൻ പ്രധാനമന്ത്രിന്റെ തലയില്ലാത്ത ഫോട്ടോ തൂക്കി അവര് ആർത്തുല്ലസിക്കുക. ഞങ്ങളുടെ ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര ഇതായാലും രാജ്യത്തിന് ഒറ്റിക്കൊടുക്കുന്നവരെ ഒരിക്കലും നമ്മൾ സമ്മതിക്കരുത്. നമ്മൾക്കൊന്നും ജീവന് കൊതിയില്ലാണ്ടല്ല പറയണത്, പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും പറയണം, എന്റെ രാജ്യമാണ് എനിക്ക് മുഖ്യം, എന്റെ രാജ്യം ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല, എന്റെ രാജ്യമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇവരോട് ചോദിക്കണം. നിങ്ങൾ എന്താ ഭാരതത്തിനോട് ചെയ്ത്? വെട്ടിക്കീറിയ ഭാരതത്തിനെ ഇനിയും വേദനിപ്പിച്ചത് മതിയായില്ലെന്ന് ഈ കോൺഗ്രസ്സുകാരോടും ഈ മത തീവ്രവാദികളോടും ഇസ്ലാമിക് തീവ്രവാദികളോട് നിങ്ങൾ ചോദിക്കുക. നന്ദി, നമസ്കാരം.